നമസ്കാരം. തഗ് ലൈഫ് കണ്ടു. കുഴപ്പമില്ല. മോശമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ഒരു മോശം പടമൊന്നുമല്ല. പക്ഷേ കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലായിരുന്നു. ഒരു ആവറേജ് ഫീലാണ് പേഴ്സണലി എനിക്ക് കിട്ടിയത്. സത്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം പ്രതീക്ഷയൊക്കെ വെച്ചിട്ട് കാണാൻ വേണ്ടി പോയൊരു സിനിമയാണ്. തുറന്നു പറയുകയാണെങ്കിൽ അത്യാവശ്യം എന്നല്ല, ഒരു ഗംഭീര സിനിമയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കാണാൻ വേണ്ടി പോണത്. കാരണം മണിരത്നത്തിൻ്റെ പടത്തിൽ കമൽഹാസൻ, കൂടെ സിംബു ഉണ്ട്, ജോജു ജോർജ് ഉണ്ട്. ഗംഭീര സ്റ്റാർ കാസ്റ്റ് അല്ലേ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് അല്ലേ. പിന്നെ എ ആർ റഹ്മാൻ മ്യൂസിക്. അപ്പം നമ്മൾ മൊത്തത്തിൽ ആ ഒരു വലിപ്പവും അല്ലെങ്കിൽ ആ ഒരു വലിയ റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണോ എനിക്കറിയില്ല, എന്തൊക്കെയൊക്കെയോ മിസ് ചെയ്തു. എന്തോ ഭയങ്കര ആക്രാന്തത്തോട് കൂടിയിട്ട് പോയിട്ട് വയറ് പകുതി ഫില്ലായൊരു ഫീലാണ് ഈ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന സമയത്ത് എനിക്ക് കിട്ടിയത്. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട്. ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. മോശം ഒരിക്കലും പറയില്ല, ഒരിക്കലും മോശം പടമല്ല. പക്ഷെ എന്തൊക്കെയോ മിസ് ചെയ്തു. ഒരു ഒരു എന്തോ പൂർത്തിയാവാത്തൊരു ഫീലിംഗ്, ഒരു ആവറേജ് അനുഭവം എന്ന് പറയാൻ കാരണം അതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വിപരീതമായ അഭിപ്രായം ഉണ്ടാവുമായിരിക്കും. ഇറ്റ്സ് ഓക്കെ, റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ അഭിപ്രായം. പെർഫോമൻസ് ഒക്കെ കിട്ടുമായിരുന്നു. അയ്യോ, കമൽഹാസൻ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സിംബു ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട്. അതാണ് എനിക്ക് സങ്കടം വരാൻ കാരണം. രണ്ടുപേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഗംഭീര പെർഫോമൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടിയും എൻഗേജിങ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടിയും നല്ല രീതിയിൽ ഈ ഒരു സിനിമയെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഗംഭീര പെർഫോമൻസും ഗംഭീര ഒരു സിനിമയിൽ ഇവരുടെ പെർഫോമൻസും അത്ര ആ ഒരു പവർ ആക്ച്വലി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മിസ് ചെയ്യുന്നത്. സോ പെർഫോമൻസ് മാത്രം ഗംഭീരമായിട്ട് കാര്യമില്ലല്ലോ. സിനിമ ഓവറോൾ നമുക്ക് ഇരുന്ന് എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റണ്ടേ, അത് മിസ്സാണ് ആക്ച്വലി. പിന്നെ ഐശ്വര്യലക്ഷ്മി ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ലാസ്റ്റത്തെ ഒരു സീനൊക്കെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. സോ പെർഫോമൻസിനെ കുറിച്ചിട്ട് ആരുടെയും തെറ്റൊന്നും പറയാനില്ല. ബട്ട് ഓവറോൾ സിനിമ നോക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞല്ലോ, പകുതി നിറഞ്ഞൊരു വയറ് പോലൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അമിതമായി അല്ലെങ്കിൽ ഗംഭീര സിനിമയായിരിക്കും എന്നൊക്കെ ഓവറായിട്ട് പ്രതീക്ഷ കൊണ്ടായിരിക്കാം, മേ ബി. ബട്ട് മനേ പസിക്കുന്നത്, ரொம்ப പസിക്കുന്നത്. മണിരത്നം ശരിക്കും നല്ല ഗംഭീര ഡയറക്ടറാണ് പുള്ളി. എനിക്ക് ഇപ്പോഴും പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുള്ളി നല്ല ഉഷാറായിട്ട് പാചകം ചെയ്ത് വിളമ്പി ആ ആഹാരം ഉഷാറായിട്ട് വയറ് നിറയെ കഴിച്ചിട്ട് ഒരു വലിയ ഏമ്പക്കൂട്ടിട്ട് സുഖമായി കിടന്നുറങ്ങണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. ഈ ഒരു സിനിമയിൽ അത്രയ്ക്ക് അങ്ങോട്ട് വയറ് നിറഞ്ഞില്ല എന്ന് ഞാൻ പറയും. പിന്നെ ഒരിക്കലും മോശം എന്ന് ഞാൻ പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, മണിരത്നമൊക്കെ അറ്റ്ലീസ്റ്റ് അയാളുടെ ഡീസൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. മണിരത്നം അറ്റ്ലീസ്റ്റ് അയാളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുപ്പിക്കലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നില്ല. വെറുപ്പിക്കൽ നമ്മൾ ചില ശങ്കറിൻ്റെ ഇപ്പം ലാസ്റ്റ് മറ്റേ ഇന്ത്യനും അതേപോലെ മറ്റേ ഗെയിം ചേഞ്ചറൊക്കെ വന്ന സമയത്ത് നമുക്കൊരു വല്ലാതെ നമുക്ക് അവരെ കളിയാക്കാനും അല്ലെങ്കിൽ നമുക്ക് വെറുപ്പിക്കണതായിട്ടൊക്കെ തോന്നിയ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ. അതൊന്നും വെച്ചിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. മണിരത്നത്തിൻ്റെ കേസിൽ അവിടെ മണിരത്നത്തിന് കയ്യടി കൊടുക്കാം. യെസ്, കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവണം എന്നുള്ളത് ഫാക്റ്റാണ്. പക്ഷെ മണിരത്നം വെറുപ്പിക്കുന്നില്ല അറ്റ്ലീസ്റ്റ്. അല്ലെങ്കിൽ കോമാളി കളിപ്പിക്കുക, അല്ലെങ്കിൽ വന്നിരിക്കുന്ന പ്രേക്ഷകനെ പൊട്ടനാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി മണിരത്നം ചെയ്യുന്നില്ല. അത് ഈ ഒരു സിനിമയ്ക്കകത്താണെങ്കിലും അയാൾ ഡീസൻ്റായിട്ട് നീറ്റായിട്ട് ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഡീസൻസി കീപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും. പക്ഷെ കഥാപരമായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് പലതും പ്രെഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. അങ്ങനെ അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്ന് കുറച്ച് അപ്ഡേറ്റഡ് ആയി അടുത്ത സിനിമയിൽ തിരിച്ച് ഉഷാറായിട്ട് പുള്ളിക്ക് വരാൻ പറ്റിയാൽ അങ്ങനെ ഒരു ഗംഭീര സിനിമ കാണാനാണ് ഞാൻ ആക്ച്വലി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ തഗ് ലൈഫിനെ കുറിച്ചിട്ട്. ഗംഭീരമാക്കാമായിരുന്നു. കമൽഹാസൻ പൊളി. അതാണെന്നേ, നമുക്ക് അങ്ങോട്ട് കൊത്തി തീരണില്ല ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട്. അത് സിനിമ നല്ല ഗംഭീര ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ രസമായേനെ. സിംബു ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല സ്റ്റൈലും ഉണ്ടായിരുന്നു കാണാൻ. പെർഫോമൻസ് ഒക്കെ ഉഷാറായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ട? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെയിൻ റിവ്യൂവേഴ്സ് പറയട്ടെ. ടെക്നിക്കലി ഉള്ള കാര്യങ്ങളും എല്ലാവരും പറയട്ടെ. നമുക്കിഷ്ടമാണോ ഇഷ്ടമായില്ലേ എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക.
അത്രയേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് എല്ലാ രീതിയിലും ഉഷാറായിട്ടിരുന്ന് കണ്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേയും കൂടിയും ഇതിനെക്കുറിച്ച് സംസാരിച്ചേനെ. പക്ഷേ ഇതെനിക്ക് മൊത്തത്തിൽ അങ്ങനെ ഒരു വല്ലാത്ത ഗംഭീര ഒരു അനുഭവം തരാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒതുക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയട്ടെ. എല്ലാവരും കോക്ക് എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ടല്ലോ, കോക്കിൻ്റെ കൺട്രോളിങ്. ഇത് വേണ്ട, പോട്ടെ.